കുവൈറ്റിൽ തീയിൽ പൊലിഞ്ഞ 24 പേരുടെ മൃതദേഹങ്ങൾ നിറകണ്ണുകളോടെ കേരളം ഏറ്റുവാങ്ങി. അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളത്തിന് ദുഃഖവെള്ളിയാണ്. ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും അടക്കമുള്ള സർക്കാർ പ്രതിനിധികളും നിരവധി നാട്ടുകാരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും തേങ്ങലുകൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷമായിരുന്നു വിമാനത്താവളത്തിൽ. ഉറ്റവരുടെ തീരാത്ത ദുഃഖത്തിന് സാക്ഷിയാകാൻ മാത്രമേ കണ്ടുനിന്നവർക്ക് കഴിഞ്ഞുള്ളൂ. രാവിലെ ഇന്ത്യൻ സമയം 10:30 മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചു. കുവൈറ്റിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 24 മലയാളികളുടേതടക്കം 45 മൃതദേഹങ്ങളാണ് കൊണ്ടുവന്നത്. 23 മലയാളികൾ, 7 തമിഴ്നാട്ടുകാർ, ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലിറക്കിയത്. തുടർന്ന് വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു. മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലാണ് ഇറക്കുക. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരടക്കം അന്തിമോപചാരം അർപ്പിച്ചു. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസുകൾക്ക് പോലീസിൻ്റെ അകമ്പടിയുമുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും എത്തിക്കേണ്ട മൃതദേഹങ്ങളെ അതിർത്തി വരെ കേരള പോലീസ് അനുഗമിക്കും. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത നഷ്ടമാണിതെന്ന് മൃതദേഹം ഏറ്റുവാങ്ങും മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുവൈറ്റ് സർക്കാർ ഫലപ്രദവും കുറ്റമറ്റതുമായ നടപടികൾ സ്വീകരിച്ചു. തുടർ നടപടികളും കുറ്റമറ്റ രീതിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തമറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായി ഇടപെട്ടു. ഇനി ഇതുപോലൊരു ദുരന്തം സംഭവിക്കാതിരിക്കത്തക്ക ജാഗ്രതയോടെയുള്ള നടപടികൾ ഉണ്ടാകണം. കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈറ്റ് സർക്കാർ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റും വേഗത കൂട്ടാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഞെട്ടലോടെയാണ് നാടാകെ വാർത്ത കേട്ടതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു.